പൊതുവായിട്ട് നമ്മുടെ നാട്ടില് പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ് ഈ പുരുഷന്മാര് കരയാൻ പാടില്ല എന്നുള്ള സാധനം. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനെ തന്നെ ഞാൻ കുറെ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് വിഷമം വന്നിട്ട് അവരെല്ലാം പറയാം, എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അപ്പൊ കരഞ്ഞൂടെ. ഇനി അത് അങ്ങനെ വരത്തില്ല, നിങ്ങൾ വിചാരിക്കുന്നില്ല, വരത്തില്ല. അപ്പൊ കരഞ്ഞൂടാന്നുള്ളൊരു സാധനം പണ്ടേ ഉണ്ട്. അതെ, അതിപ്പോ കരയുമ്പോ തന്നെ അവരുടെ കൂടെ ഉള്ളവർ തന്നെ കളിയാക്കും. അയ്യേ നീ ഒരു, നമ്മൾ പണ്ട് തൊട്ട് തന്നെ ഈ കുഞ്ഞു പിള്ളേര് തന്നെ കരയാൻ നേരത്തെ പറയണം, അയ്യേ നീ ഒരു ആൺകുട്ടിയല്ലേ, പെൺകുട്ടികളെ പോലെ കരയാവോ, ഇങ്ങനെ ഒരു പെൺകുട്ടീനെ പോലെയാണോ നീ കരയാണ്, നീ ഒരു തൊട്ടാവാടിയായി പോയല്ലോ, അങ്ങനെയൊക്കെ. ഏതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും കരയൂലേ? അതെ. അവിടെ പെണ്ണുങ്ങളാണോ കരയാറ്, പെൺകുഞ്ഞുങ്ങളാണോ കരയാറ്? അല്ല, ആക്ച്വലി കുഞ്ഞിലെ മുതലേ ഇവർക്ക് വികാരങ്ങളുണ്ട്. പക്ഷെ ഇത് മനുഷ്യന്മാരെ അടിച്ചമർത്തി വളരും തോറും പെൺപിള്ളേര് ഭയങ്കര ദുർബലരും, പയ്യന്മാര് ഈ കല്ല് പോലെ മനസ്സ് വെച്ച അവസാനം അവർക്ക് അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ചിലപ്പോ ഒന്ന് കരഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും. പെൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരൊന്ന് നന്നായിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കരഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രശ്നം നമുക്ക് കുറെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരയാൻ പറ്റില്ല. കരയുന്ന ആമ്പിള്ളേരുണ്ടാവാം, പക്ഷെ ഭൂരിഭാഗം ആമ്പിള്ളേർക്കും കരയാൻ പറ്റില്ല. അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും അവരിങ്ങനെ ക്യാരി ഓൺ ചെയ്തുകൊണ്ട് നടക്കുക. എവിടെ ഒന്നും ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോ ഡ്രോപ്പ് ചെയ്യുമ്പോ അവര് പൊട്ടിപ്പോവും. അതെ, അവര് വല്ലാതെ അവര് ഇന്റൻഷനലി ചെയ്യുന്നതല്ല, അവര് അങ്ങനെ അവരങ്ങനെയാണ് വളർന്നത്. അവർക്ക് എന്താ പറയാ, ഒരു സമയം അവർ കല്ലുപോലെ അവർക്ക്. ഞാൻ പറയില്ല, എന്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ എനിക്ക് വരുന്നില്ല, ഞാൻ എത്രയൊക്കെ വിചാരിച്ചാലും അത് ആൾക്കാരുള്ളപ്പോൾ എനിക്കത് വരില്ല. സത്യം പറയുക ഈ ഇമോഷൻസ് അതിനെ എവിടെ അപ്ലൈ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളെ ഉള്ളിൽ, നമ്മുടെ മനസ്സാണ്. ഇപ്പം എനിക്കാണെങ്കിൽ എനിക്ക് ആഗ്രഹമൊന്നുമില്ല എല്ലാവരുടെ മുന്നിൽ വെച്ച് കരയണമെന്ന്. ഇപ്പം ആഗ്രഹമുള്ളവർ കുറവായിരിക്കും. പക്ഷെ ചിലർക്ക് നമ്മളെ ഏറ്റവും അടുത്ത് ഇഷ്ടമുള്ള ആൾക്കാർ ഒരു സർക്കിളിലിരുന്ന് കരഞ്ഞ് കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടാവും. അപ്പം എനിക്കത് പറ്റാറില്ല. കമ്പാരിറ്റീവ് എനിക്ക് എല്ലായിടത്തും ഇങ്ങനെ സംസാരിക്കുമ്പോൾ കരച്ചിട്ട് വരില്ല. അപ്പം ഞാൻ വലിയ കോമഡി ആയിട്ടൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ പയ്യന്മാർക്ക് അത് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ ഈ സമൂഹം അത് ഇങ്ങനെ പറയുമല്ലേ, പെൺപിള്ളേരെ പോലെ കരയാതടാ, കൂട്ടുകാരന്മാർ പോലും പറയും. അതെ അതെ, അങ്ങനെയല്ല പറയുന്നത്. ഏറ്റവും കൂടുതൽ പെൺപിള്ളേരെ പോലെ കിടന്ന് മോങ്ങാതടാ. സത്യം ഇത് പറയുമ്പോ പെൺപിള്ളേർക്ക് ഈ സംഭവം കൊടുക്കും. സത്യം പറഞ്ഞാൽ പെൺപിള്ളേരും ഭയങ്കര ഇമോഷണലി വീക്ക് ആവുന്ന പോലെ അല്ലേ. അപ്പം കരയണം, ചിരിക്കണം, എല്ലാ ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കണം, നമ്മൾ ഷോ ചെയ്യണം. അത് നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ കരയണം, സന്തോഷം വന്നാൽ നമ്മൾ ചിരിക്കണം. എല്ലാ ഇമോഷൻസും നമ്മള്. പിന്നെ എന്തിനാണ് ഇമോഷൻസ്? അതിന്റെ പേര് ഇമോഷൻസ് എന്തിനാണ്? വികാരങ്ങൾ എന്തിനാണ്? നമുക്കത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് കറക്റ്റ് ടൈമിൽ എവിടെയൊക്കെയാണോ പ്രകടിപ്പിക്കുക. അല്ലാണ്ട് പിന്നെ നമ്മൾ ഒരുപാട് വീക്ക് ആവരുത്. നമുക്ക് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അത് പെൺകുട്ടികളെയും പഠിപ്പിക്കണം. അല്ലാതെ ഈ പെൺകുട്ടികളെ കരയും പെൺകുട്ടികളെ കരയും എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ അവസാനം വരെയും കരങ്ങോണ്ട് തന്നെ ഇരിക്കും. ഹാൻഡിൽ ചെയ്യാനും കൂടെ പഠിക്കണം. ഞാൻ നിൽക്കുകയാണെങ്കിൽ രാത്രി ഇരുന്നങ്ങ് പട്ടി പോലെ അത് ഭയങ്കര ഒരു സ്ട്രെസ് ഫ്രീ ആണ്. എന്ത് ഉള്ളിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുമല്ലോ, നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് രാത്രി ഇതിന്റെ പാട്ടും കേട്ട് പൊട്ടി അങ്ങ് കരഞ്ഞ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഭയങ്കര ഫ്രീ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ സമാധാനത്തോടെ എന്തും ചെയ്യാൻ പറ്റും. ഞാൻ ചിലപ്പോ ഞാൻ വേറെ ആരോടെങ്കിലും ആയിരിക്കും, അതായത് ഞാനായിട്ട് ഭയങ്കര കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്. ആ ഒരു പേഴ്സണോടായിരിക്കും ഞാൻ ആ ഒരു കാര്യങ്ങള് കംപ്ലീറ്റ് പറഞ്ഞ് സങ്കടപ്പെടുന്നത്. ഒരിക്കലും നമ്മൾക്ക് ഒരു ഉപകാരം ഇല്ലാത്തവരുടെ അടുത്ത് പോയിട്ട് നമ്മളെ അടുത്ത് സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. അവിടെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവര് നമ്മുടെ സങ്കടം കണ്ട് ചിരിക്കുന്നവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മൾക്ക് ഒരു സങ്കടം വരുമ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെന്ന് പറയാം നമ്മുടെ ഫീലിങ്സ്. അതെ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും രാത്രി എനിക്ക് എന്തെങ്കിലും അന്നത്തെ ഒരു ദിവസം എൻ്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു ദിവസം ഞാൻ ഒരു രാത്രി നേരെ ഫോൺ ചെയ്യും, കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. മേ ബി സൊല്യൂഷൻ ആയിരിക്കില്ല, ചിലപ്പോൾ അതൊരു തമാശയായിരിക്കും. നമുക്കത് ഓക്കെയാണ്. നമ്മളെ ഓക്കെ ആക്കുന്ന രീതിയിലൊരു റിപ്ലൈ അല്ലെങ്കിൽ അവരങ്ങനെ ആയിരിക്കും നമ്മളോട് പെരുമാറുക. അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ അത് അവരോട് പറയാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ബോയ്സ് ആണെങ്കിലും നിങ്ങൾക്ക് സങ്കടം വന്നാൽ കരയുക, കരയാതിരിക്കരുത്. ഇപ്പൊ ഞാനൊരു ഇൻസിഡന്റ് പറയാം. അതായത് എനിക്കറിയാവുന്ന ഒരാള്
ആളൊരു അഫെയറിലായിരുന്നു. എന്തോ കാരണം കൊണ്ട് അത് ബ്രേക്കപ്പായി. ആള് കുറേ നാൾ ഭയങ്കര ഡിപ്രഷനായിരുന്നു. ആൾക്ക് ജോലി ഉണ്ടായിരുന്നു, ആളൊരു IT ഫേമിലായിരുന്നു. സോ അറിയാലോ, സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു സാധനവും കൂടെ. ആള് ഡിപ്രഷന്റെ മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു, ആൻസൈറ്റി ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊന്നും വീട്ടുകാർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. ആളെ പറ്റി അന്വേഷിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ആളൊരു ഇത് കഴിഞ്ഞൊരു കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് ആളുടെ ഡെഡ് ബോഡിയാണ് കിട്ടിയത്. കാരണം അത്രയും ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് അറിയുന്നത്. അതിന്റെ പിന്നിൽ ഇങ്ങനെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും, കാരണം ഇത് ഇങ്ങനെ കൊണ്ട് നടക്കുക, കാണിക്കാൻ പറ്റുന്നില്ല. അതെ, കരയാൻ പറ്റുന്നില്ല, ഒരാളോടും തുറന്നു പറയാൻ പറ്റില്ല. വീട്ടിൽ പറയാൻ പറ്റുമോ? പിന്നെ പല ആൺകുട്ടികളും വീട്ടിലെ ഫുൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ആൺപിള്ളേരുണ്ട്. അവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റീസ്, വീട്ടിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓഫീസിലെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളോടും മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഇഷ്ടംപോലെ ആൺപിള്ളേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിൽ പറയാൻ പറ്റുമോ? ആരോടും. മിക്ക ആൺകുട്ടികളും അച്ഛന്മാരുമായിട്ടും ഒരു വേറെ ഒരു തരം ബോണ്ടാണ്. മിക്ക അച്ഛന്മാരോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഞാൻ വീടുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് ഇനി മാറി വരണം. അച്ഛന്മാർ കുറച്ച് ഫ്രണ്ട്ലി ആവണം ബോയ്സിനോടും, അല്ലേ? എല്ലാ ആൺമക്കളോട് അങ്ങനെ ഒരു ധാർഷ്ട്യമൊക്കെ കാണിക്കേണ്ട ആവശ്യം. അവരോട് ഇപ്പം ഈ ഇടയ്ക്കൊരു കുട്ടി, ഒരു ചേട്ടൻ, പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു. ആൾക്ക് ഒന്നും ആളുടെ ഇമോഷൻസ് പറയാൻ പറ്റുന്നില്ല. ആള് സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ അത് ആരോടും ആൾക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ആളുടെ സിറ്റുവേഷൻ. അപ്പൊ ആള് അവസാനം വരെ ആളുടെ ഇമോഷൻസ് ഒക്കെ അടക്കി പിടിച്ച് അവസാനം ആത്മഹത്യ ചെയ്തു. അപ്പൊ അതിന് കാരണക്കാരായവരെ കുറിച്ചെല്ലാം ആ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഒരു നോർമൽ ഒരു ന്യൂസ് ആണ്, നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ഇടയിൽ ഒരു BJP നേതാവ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തഴഞ്ഞു. അതായത് ഇപ്പൊ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് ആളെ തഴഞ്ഞു. ആ ഒരു റീസൺ പറഞ്ഞിട്ടാണ് ആൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അത്രയും വരെ അവർ സെൻസിറ്റീവ് ആണ്. അതെ അതെ അതെ, ബോയ്സ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവര് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അവർക്ക് ഇമോഷൻസ് ഉണ്ട്, അവർക്ക് വിഷമങ്ങളുണ്ട്, അവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചില കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വരുന്നുണ്ട്. അത് തുറന്നു പറയാൻ, ഈവൻ ഒരു പാർട്ട്ണറിനോട് പോലും തുറന്നു പറയാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. കാരണം ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തലായിരിക്കും കൂടെ ഉണ്ടാവുന്നത്. ഈ നാട്ടിൽ പാർട്ട്ണറിനോട് എങ്ങനെ ബോയ്സ് നിൽക്കണമെന്ന് പോലും ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, അല്ലേ? എങ്ങനെയാണ് പെൺകുട്ടികളെ അവർ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു എന്താ പറയാ, അവരൊരു മുതിർന്ന ആളെ പോലെ മെച്ചൂർഡായിട്ട് അവരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് അതൊക്കെ ഇവരുടെ തലയിലൊരു ഭാരമാണ് ആക്ച്വലി. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ പെൺകുട്ടികളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പെൺകുട്ടികൾക്ക് എപ്പോഴും ഇവരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, മെയിൽ ഡൊമൈനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അത് അവർക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതെന്താ പ്രശ്നം എന്ന് അറിയാമോ? അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ പെൺപിള്ളേരല്ല, ഈ ആൺപിള്ളേരായിരിക്കും പൈസ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ ഒരു തോട്ട് വരിക, ഇനിയിപ്പൊ അവള് വേറെ എന്തെങ്കിലും വിചാരിക്കുവോ, അങ്ങനെയുള്ള മോശമാണോ, ഞാനൊരു ആൺകുട്ടിയായിട്ട് ഞാൻ കൊടുത്തില്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഈ പെൺപിള്ളേരും അവിടെ അത് നോക്കണം, യൂസ് ചെയ്യണം. ഇഷ്ടം പോലെ പെൺപിള്ളേര് ഈ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ബോസിനെ. വല്ലാത്ത ഫ്രണ്ട് വാങ്ങി കൊടുക്കുന്നതും ഉണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്നതും. ഞാൻ ഉള്ളപ്പോ എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും, ഞാൻ കൊടുക്കാം, പക്ഷെ അവർക്കെന്തോ ഞാനുള്ളപ്പോ എന്തിനാ ഇവള് കൊടുക്കുന്നേ എന്നുള്ളൊരു സാധനം വരും. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ബോയ്സിന്റെ പൊതുവെ ഉള്ള ഒരു കാര്യങ്ങൾ. സോ എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അത് കാണിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് പരമാവധി എന്ത് ഇമോഷൻ ആണെങ്കിലും, അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും, ഇപ്പൊ പൊട്ടിക്കാരാണെങ്കിൽ കരഞ്ഞോ, നിങ്ങൾക്ക് കംഫർട്ട് സോണിൽ ഇരുന്ന് കരഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. ആണിനായാലും പെണ്ണിനായാലും ഒക്കെ ഉള്ളത് തന്നെയാണിത്, ഏത് ജെൻഡറിനാണെങ്കിലും. കരയാനുണ്ടെങ്കിൽ കരഞ്ഞ് തീർക്കുക. ആ ഒരു വിഷമം അങ്ങനെ തീരുമ്പോ തീരട്ടെ. ഓരെന്തെങ്കിലും ആരോടെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണെങ്കിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ പറയാൻ നോക്കുക മാക്സിമം. നമ്മുടെ കംഫോർട്ട് സോണിലുള്ള ആൾക്കാരോട് പറയാൻ നോക്കുക. ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക മാക്സിമം. ഒരു വിഷമം വരുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക. ഒരു ഗ്യാങ്ങോ പോട്ടെ, ഒരാളുടെ കൂടെയെങ്കിലും നമ്മളൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ഇമോഷൻസ് നിങ്ങൾ കാണിക്കുക. താങ്ക് യു.